നമസ്കാരം. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. ഏപ്രിൽ 19 തീയതി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും ഈ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകൾ, അരുണാചൽ പ്രദേശിലെ 2 സീറ്റുകൾ, മണിപ്പൂരിലെ 2 സീറ്റ്, മേഘാലയയിലെ 2 സീറ്റ്, മിസോറാമിലെയും നാഗാലാൻഡിലെയും സിക്കിമിലെയും ഓരോ സീറ്റുകൾ വീതം എന്നിവയിലാവും ആദ്യഘട്ടത്തിൽ വോട്ടർമാർ വിധി എഴുതാൻ പോകുന്നത്. മാത്രമല്ല, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സഹാരൻപൂർ, കൈരാന, മുസാഫർ നഗർ, ബിജ്നോർ, നാഗിന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ബംഗാളിലെ കുച്ച് ബിഹാർ, അലിപ്പൂർ ദുർവാസ്, ജയ്പാൽഗുരി എന്നിവിടങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെ 5 ഇടങ്ങളിലേക്ക് കൂടി ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഏപ്രിൽ 19 തീയതി രാംടെക്, നാഗ്പൂർ, ഭണ്ഡാര, ഗോണ്ടിയ, ഗഡ്ചിരോളി, ചിമൂർ, ചന്ദ്രപൂർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് BJP ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത്. നിരവധി തവണ മോദി നേരിട്ടെത്തിക്കൊണ്ടായിരുന്നു തമിഴകത്ത് പ്രചരണ പരിപാടികൾ നടത്തിയത്. എന്തായാലും തമിഴകത്ത് 2 മുതൽ 6 സീറ്റുകൾ വരെ BJP നേടും എന്ന് തന്നെയാണ് മിക്ക അഭിപ്രായ സർവേകളും, ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന അഭിപ്രായ സർവേകളെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ TV CNXന്റെ തന്നെ ഫലമായിരുന്നു. അവരാണ് ഈ 2 മുതൽ 6 സീറ്റുകൾ എന്നുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വിഷയം ചർച്ചയാവില്ല എന്നും അവിടെയും NDAയുടെ സഖ്യകക്ഷികൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നുകൂടി സർവേ ഫലങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇനി പശ്ചിമ ബംഗാൾ ആയിരിക്കും രാജ്യത്തെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ള പ്രവചനങ്ങൾ മുൻകൂട്ടി തന്നെ പുറത്തു വന്നിരുന്നു. പശ്ചിമ ബംഗാളിലെ 23 സീറ്റുകൾ BJP വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 ലോക്സഭാ സീറ്റുകൾ അതെല്ലാം തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP പ്രതീക്ഷിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.